നമസ്കാരം. ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും മരണങ്ങളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഏറെക്കുറെ പരിപൂർണമായി തകരാറിലായതുകൊണ്ട് തന്നെ ഇറാനിൽ സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുന്നതിന്, വാർത്താ ഏജൻസികൾ അറിയുന്നതിന് ഏറെ സമയമെടുക്കുന്നുണ്ട്. ഒപ്പം ഇറാന്റെ ദേശീയ ചാനൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇറാൻ സ്റ്റേറ്റ് TV ഉൾപ്പെടെയുള്ള അവിടുത്തെ വാർത്താ വിതരണ സംപ്രേഷണ സംവിധാനങ്ങൾ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് സൈബർ അറ്റാക്കിലൂടെ. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ, ഇറാന്റെ പ്രതികരണങ്ങളൊക്കെ പുറം ലോകം അറിയാൻ വളരെ വൈകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇറാനിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ലോകം മുഴുവൻ നടുങ്ങിപ്പോകുന്ന വിധത്തിൽ ഇസ്രായേൽ ഗസയിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ നടത്തിയതുപോലുള്ള അതിഭയാനകമായ ക്രൂരതയാണ് ഇപ്പോൾ ഇറാനിലും നടത്തിയിരിക്കുന്നത്. നോക്കുക, ഇറാനിലെ സൈനിക കേന്ദ്രമായ മിനാബിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ ആ സൈനിക കേന്ദ്രത്തിന് കിലോമീറ്ററുകൾ അകലെയുള്ള സ്കൂളിലേക്കാണ് ബോംബുകൾ വീണത്. ആ സ്ഫോടനത്തിൽ 40 കുട്ടികൾ തൽക്ഷണം മരിക്കുകയായിരുന്നു. 2 കുട്ടികൾ ചികിത്സയിലിരിക്കെ മരിച്ചു. മരണസംഖ്യ കുട്ടികളുടേത് മാത്രം പെൺകുട്ടികളാണ്, കുഞ്ഞുകുട്ടികളാണ്. അവരുടെ മരണസംഖ്യ 100 കടന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഗസയിൽ ചെയ്തതുപോലെ തന്നെ ഇറാനിലും വ്യാപകമായി കുട്ടികൾക്കും സാധാരണക്കാർക്കും നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സമീപനമാണ് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രാഥമികമായി എന്ന് വേണം കരുതാൻ. അതേസമയം ഇറാൻ നടത്തിയിരിക്കുന്ന പ്രത്യാക്രമണങ്ങളിൽ എവിടെയും ആളപായം ഉണ്ടായതായി വിവരമില്ല. ഇസ്രായേലിലെ വടക്കൻ മേഖലകളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആകാശത്ത് നിരവധി മിസൈലുകൾ പ്രത്യക്ഷപ്പെട്ടതായി വിവരമുണ്ട്. പക്ഷേ അവിടെയൊന്നും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്ക് നേരെ UAE, കുവൈറ്റ്, ഖത്തർ, അതുപോലെ അബുദാബി, സൗദി തുടങ്ങി നിരവധി ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ എവിടെയും ഒരു മരണം ഉണ്ടായിട്ടില്ല, സാധാരണക്കാർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നിട്ടില്ല. നേരെ മറിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയത്. അതിൽ പലയിടത്തും ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ അതാത് കേന്ദ്രങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഖത്തറിലൊക്കെ ഈ മിസൈലുകൾ ലക്ഷ്യം കണ്ടു. അതായത് സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം സ്ഫോടനം ഉണ്ടാക്കി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതേസമയം നോക്കുക, ഇറാൻ ഈ രീതിയിൽ ഇടപെടുമ്പോൾ, അതായത് കൃത്യമായി ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ കൃത്യമായി നടത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണത്തിൽ സംഭവിക്കുന്നത്, ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് അപകടമുണ്ടാകുന്ന രീതിയിലുള്ള ബോംബിംഗ് ഒക്കെയാണ് നടക്കുന്നത്. പല ആശുപത്രികളിൽ നിന്നും നിരവധി പേർ പരിക്കേറ്റ് ചികിത്സ തേടിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മരണസംഖ്യ എത്രയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അതേസമയം ഈ ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇടപെടലുകൾ വേണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യ പറയുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, വലിയ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധങ്ങൾ മുഴുവൻ നടത്തുന്നത് എന്നായിരുന്നു റഷ്യ പറഞ്ഞത്. ചൈനയും ശക്തമായ നിലപാടുമായി രംഗത്തെത്തി. ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ചൈന പറഞ്ഞത്. പക്ഷേ അതേസമയം ഇറാൻ രംഗത്ത് വന്ന് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പുമായാണ് ശത്രു കീഴടങ്ങുന്നത് വരെ യുദ്ധം ചെയ്യും എന്ന നിലപാടുമായിട്ടാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ ശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും വ്യാപകമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ, ദോഹ, അബുദാബി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ബഹ്റൈനിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഖത്തറിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അബുദാബിയിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറയാണ്. പക്ഷേ
അപ്പോഴും ഇസ്രായേൽ നടത്തുന്ന, അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൂട്ടക്കുരുതിക്ക് ഇരയാകുന്നത് പോലെയുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല, ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം തന്നെ അമേരിക്കയുടെ ലക്ഷ്യം ആയത്തുള്ള അലി ഖാംനെയിയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഖാംനെയിയുടെ ഓഫീസിന് സമീപം ഒരു സ്ഫോടനമുണ്ടായതായി ആദ്യം റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഖാംനെയിയുടെ കൊട്ടാരം തന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തിലൂടെ എന്നാണ് വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, ഇറാനിലേക്ക് വീണ്ടും വീണ്ടും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരികയാണ്. ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇന്ന് അർദ്ധരാത്രിയോടെ അതിശക്തമായ ആക്രമണങ്ങൾ നടക്കും, അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതേസമയം ഇറാന്റെ വ്യോമപാത അടച്ചു, ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്, ഇസ്രായേലിന്റെ വ്യോമപാത അടച്ചിട്ടുണ്ട്. അതുവഴി നിരവധിയായിട്ടുള്ള പ്രവാസികൾ വലിയ ദുരിതത്തിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളതടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മേഖലയിലൂടെയുള്ള വിമാന സർവീസുകളെല്ലാം തന്നെ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇറാനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തും എന്ന നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അമേരിക്കയും ഇസ്രായേലും ശക്തമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അമേരിക്ക പറയുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത് വരെ ആക്രമണം തുടരുമെന്നാണ്. ട്രംപ് മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഇറാന്റെ ആയുധപ്പുരകൾ പൂർണ്ണമായും തുടച്ചു നീക്കും എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. ഒപ്പം ടെഹ്റാനും ഇസ്ഫഹാനും രണ്ട് പ്രധാനപ്പെട്ട ഇറാനിയൻ നഗരങ്ങളാണ്. ഈ നഗരങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന നിലയിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന മുന്നറിയിപ്പും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ് ഇത്രയും നാൾ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം, കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയുടെ രണ്ടാമത്തെ പടക്കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള ജിറാൾഡ് 4 എന്ന് പറയുന്ന പടക്കപ്പലും കൂടി എത്തിച്ച് യുദ്ധസന്നാഹങ്ങൾ പൂർണ്ണമാക്കിയ ശേഷം ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലുള്ള അവരുടെ ആയുധങ്ങൾ, വിമാന ടാങ്കറുകൾ തുടങ്ങിയവയൊക്കെ ബെൻഗുരിയൻ എയർപോർട്ടിലേക്ക് നേരത്തെ തന്നെ അമേരിക്ക എത്തിച്ചിരുന്നു. അങ്ങനെ നേരത്തെ മുതൽ തന്നെ ഇതിനുവേണ്ടിയുള്ള അന്തിമഘട്ട ഒരുക്കങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പായി തന്നെ അമേരിക്ക പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം ഇറാനിലുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉദ്യോഗസ്ഥരോട് സകുടുംബം നാട് വിട്ടോളാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ, അതിനുശേഷമാണ് പുലർച്ചയോടുകൂടി ഒരു വലിയ ആക്രമണം നടക്കുന്നത്. എന്തായാലും ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് അമേരിക്ക നിസ്സംശയം പറഞ്ഞിരിക്കുന്നു. ഇറാനും ശത്രു കീഴടങ്ങുന്നത് വരെ ശക്തമായി തന്നെ തിരിച്ചടിക്കും, പ്രത്യാക്രമണം അതിരൂക്ഷമാകും, ഇത് തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയെ വലിയ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക്, സർവനാശത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.